വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവചരിത്രം, നവമാലിക, ഉപസംഹാരം, വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മരണം. ജൂലൈ 6 മുതൽ രോഗനില അത്യന്തം ഗുരുതരമായി. കൂടെയുള്ള രക്തവമനം ഓഗസ്റ്റ് 5 വരെ തുടർന്നു. ഡോക്ടർ കോർണിയർ വന്ന് അവളുടെ ശ്വാസം മുട്ടലും രക്തവമനവും അത്യന്തം ഉയർന്ന താപനിലയും കണ്ട ശേഷം അവൾ അത്യാസന്ന നിലയിലായിരുന്നു എന്ന് നിർണയിക്കുകയും ഇതുപോലുള്ള രോഗികൾ 2% രക്ഷപ്പെടാറില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. കൊച്ചു ത്രേസ്യ അത് കേട്ടപ്പോൾ ആനന്ദപൂരിതയായി. അവൾ ചാപ്ലൈന്റെ പക്കൽ കുമ്പസാരിക്കുകയും അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അന്ത്യലേപനം നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ജൂലൈ 8 തീയതി വ്യാഴാഴ്ച വൈകുന്നേരം അവളെ ദീനമുറിയിലാക്കി. ആ ചെറിയ മുറിയായിരുന്നു പിന്നീട് മരണം വരെയും അവളുടെ വാസസ്ഥലം. അതിന്റെ ഒരു കോണിൽ ബ്രൗൺ കർട്ടനോട് കൂടിയ ഒരു ഇരുമ്പ് കട്ടിലുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ചിത്രങ്ങളെല്ലാം, ക്രിസ്തുവിന്റെ തിരുമുഖം, പരിശുദ്ധ കന്യക, പ്രിയപ്പെട്ട കുഞ്ഞു തെയോഫൻ വെനാഡ് മുതലായവ കർട്ടനുമേൽ കുത്തിപ്പിടിപ്പിച്ചു. പുഞ്ചിരി മാതാവിന്റെ തിരുസ്വരൂപവും അന്നു തന്നെ ദീനമുറിയിൽ സ്ഥാപിതമായി. എഴുന്നേൽക്കാവുന്ന സന്ദർഭങ്ങളിൽ ഇരിക്കാൻ വേണ്ടി ഒരു കൈത്താങ്ങി കസേരയും അവിടെ ഉണ്ടായിരുന്നു. പുഷ്പസമൃദ്ധമായ ഉദ്യാനം ജനലിലൂടെ എളുപ്പത്തിൽ കാണാമായിരുന്നു. ജൂലൈ 9 തീയതി കർമ്മല മഠത്തിന്റെ സുപ്പീരിയർ കൊച്ചു ത്രേസ്യയുടെ ദീനം അന്ത്യലേപനം നൽകാൻ മാത്രം അത്ര ഗുരുതരമായിട്ടില്ലെന്ന് പറഞ്ഞ് അത് നീട്ടിവെച്ചു. ചിലപ്പോഴൊക്കെ അവൾ വളരെ ഉന്മേഷവതിയും സഹോദരിമാരെ വിസ്മയിപ്പിക്കത്തക്ക വിധം അത്യന്തം പ്രസന്നവദനയുമായിരുന്നു. എങ്കിലും അവൾ സദാ ജാഗരൂകയായിരുന്നു. കള്ളൻ വരുന്ന സമയം എപ്പോഴായിരിക്കുമെന്ന് വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ വിവരണം അനുസരിച്ച് രമ്യയോദ്ധത്തിൽ തന്തു തകർക്കുന്നതിനും സ്നേഹത്താലുള്ള മരണം നിർവഹിക്കുന്നതിനും വേണ്ടിയുള്ള അവന്റെ വരവ് അവൾ സദാ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ഏതാണ്ട് ആ ദിവസങ്ങളിൽ ആഗ്നസമ്മ ഒരു സംവാദം ഇപ്രകാരം കുറിച്ചു. ആഗ്നസമ്മ: മരണം വളരെ അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സഹോദരിക്ക് ഭയമുണ്ടോ? കൊച്ചു ത്രേസ്യ: ഹാ, ഭയം കുറഞ്ഞു വരികയാണ്. ആഗ്നസമ്മ: കള്ളനെ ഭയമില്ലേ? ഇത്തവണ അവൻ വാതുക്കലെത്തിയിട്ടുണ്ട്. കൊച്ചു ത്രേസ്യ: അല്ല, അവൻ വാതുക്കലല്ല, അകത്തു കയറി കഴിഞ്ഞു. എങ്കിലും കൊച്ചമ്മ എന്താണീ പറയുന്നത്? എനിക്ക് കള്ളനെ ഭയമില്ലേ എന്നോ? ഞാൻ ഇത്രയേറെ സ്നേഹിക്കുന്നയാളെ എങ്ങനെയാണ് ഭയപ്പെടുക? അവൾ തുടർച്ചയായി ചോര തുപ്പിക്കൊണ്ടിരുന്നു. തലവേദനയും നെഞ്ചുവേദനയും വർദ്ധിച്ചതേയുള്ളൂ. വൈദ്യനിർദ്ദേശമനുസരിച്ച് കൊടുക്കുന്ന പാലും ഛർദ്ദിച്ചു കളയും. ക്ഷീണം ക്രമേണ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു.